ഈ ഇരട്ട കുട്ടികൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഐഡന്റിക്കൽ ആയിട്ട്, അതായത് ഒരുപോലെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതേസമയം മറ്റു ചിലര് ചിലപ്പോൾ അങ്ങനെ ഐഡന്റിക്കൽ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ജെൻഡറിലും ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില ട്വിൻസ് ഐഡന്റിക്കൽ ആയിട്ടും ചിലര് ഇങ്ങനെ വേറെ ജെൻഡറിലോ സെയിം ചായയിലോ അല്ലാതെയോ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഐഡന്റിക്കൽ ട്വിൻസ് എങ്ങനെ ഉണ്ടാവുന്നേ നമുക്ക് നോക്കാം. സാധാരണ പോലെ തന്നെ ഒരു എഗ്ഗും ഒരു സ്പെർമും ഫെർട്ടിലൈസ്ഡ് ആവും. ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ യൂഷ്വലി കാണാനും സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ ഇവരുടെ ജെൻഡറും സെയിം ആയിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രട്ടേണൽ ട്വിൻസ് ആണ്. ഈ ഒരു കേസിൽ അവരുടെ ചായ ചിലപ്പോൾ സിമിലർ ആയിരിക്കില്ല, അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത ജെൻഡറും ആയിരിക്കാം. ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു കേസിൽ രണ്ട് സെപ്പറേറ്റ് എഗ്സ് റിലീസ് ആവുകയും ഈ രണ്ട് സെപ്പറേറ്റ് എഗ്സ് രണ്ട് സ്പേംസ് ആയിട്ട് ബീജസങ്കലനം നടന്നിട്ട് അത് ഫെർട്ടിലൈസ് ആവും. അപ്പൊ അങ്ങനെയാണ് ഈ ഫ്രട്ടേണൽ ട്വിൻസ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ജനിക്കുന്ന ബേബീസിന് രണ്ടുപേർക്കും അവരുടെ യൂണിക് സെറ്റ് ഓഫ് ജീൻസ് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ സെയിം അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറെന്റ് ജെൻഡേഴ്സ് കിട്ടാം. അതുപോലെ തന്നെ അവര് ഒരുപോലെ കാണപ്പെടണമെന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഐഡന്റിക്കൽ ട്വിൻസ് ആവുമ്പോൾ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. എന്നാൽ ഫ്രട്ടേണൽ ട്വിൻസിലാണെന്ന് രണ്ട് സെപ്പറേറ്റ് എഗ്ഗ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഫെർട്ടിലൈസ്ഡ് ആവാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയുന്നതിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും.